എല്ലാ പഠിതാക്കൾക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ +2 തുല്യത ഹിസ്റ്ററിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനമാണ്. 2024 ജൂലൈ മാസം നടക്കാനിരിക്കുന്ന നമ്മുടെ പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ +2 തുല്യത ഹിസ്റ്ററി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യോത്തര വിശകലനമാണ്. ഈ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ചോദ്യം നോക്കിയേ. 1 മുതൽ 6 വരെയുള്ളവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം എന്നാണ് കൊടുത്തത് കണ്ടോ. ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ളതാണ്. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ്. നമുക്ക് പറയുമ്പോൾ എല്ലാം പറയാം. ഒന്നാമത്തെ ചോദ്യം, വലിയ കുളം കണ്ടെത്തിയ ഹാരപ്പൻ നഗരം ഏതാണെന്നാണ്. വലിയ കുളം കണ്ടെത്തിയ ഹാരപ്പൻ നഗരം മോഹൻജൊദാരോയാണ്. മോഹൻജൊദാരോയിലാണ് നമ്മളെന്ത് കണ്ടെത്തിയത്? വലിയ കുളം കണ്ടെത്തിയത്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം വലിയ കുളം കണ്ടെത്തിയ നഗരം ഹാരപ്പൻ നഗരം മോഹൻജൊദാരോ ആണ്. രണ്ടാമത്തെ ചോദ്യം, ധോളാവീര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്. ഗുജറാത്തിലാണ് എന്ത്? ധോളാവീര. ധോളാവീര പറഞ്ഞാറില്ല, ജലസംഭരണിയാണ്. ഹാരപ്പ സംസ്കാര നിവാസികൾ ഉപയോഗിച്ച ജലസംഭരണിയെ വിളിക്കുന്ന പേരാണ് ധോളാവീര. അപ്പോൾ ധോളാവീര കണ്ടെത്തിയ സ്ഥലം ഗുജറാത്താണ്. അപ്പോൾ ധോളാവീര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. തേർഡ് ക്വസ്റ്റ്യൻ, നഗലപുരം എന്ന പട്ടണം സ്ഥാപിച്ചതാര്? കൃഷ്ണദേവരായരാണ് എന്ത് ചെയ്തത്? നഗലപുരം. തൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട്, അമ്മയുടെ പേര് നഗലദേവി എന്നാണ്. അപ്പോൾ അമ്മയുടെ സ്മരണക്കായിട്ട് അദ്ദേഹം സ്ഥാപിച്ച നഗരത്തിൻ്റെ പേരാണ് നഗലപുരം. അപ്പോൾ നഗലപുരം എന്ന പട്ടണം സ്ഥാപിച്ചതാരാണ്? കൃഷ്ണദേവരായരാണ്. നാലാമത്തെ ചോദ്യം, നാലാമത്തെ ചോദ്യം, സഭാവിതുകൾ ഭരിച്ചിരുന്ന രാജ്യം ഏതെന്നുള്ളതാണ്. സഭാവിതുകൾ ഭരിച്ചിരുന്ന രാജ്യം ഏതാന്നുള്ള ചോദ്യം. അടുത്ത 5ാമത്തെ ചോദ്യം നോക്കിയേ. കർണാടകയിലെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ബസവണ്ണയാണ്. കർണാടകയിലെ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരാണ്? ബസവണ്ണ. ക്വസ്റ്റ്യൻ നമ്പർ 6, പത്മാവത് എഴുതിയത് ആരാണെന്നാണ്. മാലിക് മുഹമ്മദ് ജൈസിയാണ്. മാലിക് മുഹമ്മദ് ജൈസിയാണ് പത്മാവത് എഴുതിയത്. മാലിക് മുഹമ്മദ് ജൈസിയാണ് പത്മാവത് എഴുതിയത്. ഓക്കെ. 7ാമത്തെ ചോദ്യം നോക്കൂ. അത് മേച്ച് ദ ഫോളോയിങ് ആണ്. ചേരുംപടി ചേർക്കാനാണ്. എ കോളത്തിൽ നിന്ന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ്. കൺവേഴ്സിങ് അതാണ് 6 കൺവേഴ്സിങ്ങിന് മാച്ച് ചെയ്യാനുള്ളത് 6. അതുപോലെ റാണി ലക്ഷ്മിബായിക്ക് കൊടുക്കേണ്ടത് ഝാൻസിയാണ്. റാണി ലക്ഷ്മി മാച്ച് ചെയ്യേണ്ടത്. നാനാ സാഹിബിന് മാച്ച് ചെയ്യേണ്ടത് കാൺപൂരാണ്. അതുപോലെ ബഹദൂർ ഷാ സഫറിന് ഡൽഹിയാണ്. ഒന്നുകൂടെ പറയാം. കൺവേഴ്സിങ് എന്താണ്? 6. കൺവേഴ്സിങ് 6 എന്നും റാണി ലക്ഷ്മിബായി ഝാൻസി എന്നും നാനാ സാഹിബ് കാൺപൂരും ബഹദൂർ ഷാ സഫർ ഡൽഹി എന്ന രീതിയിലാണ് അത് മാച്ച് ചെയ്യേണ്ടത്. ചേരുംപടി ചേർക്കേണ്ടത് ശരിയായ രീതിയാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കൺവേഴ്സിങ്ങിന് 6, റാണി ലക്ഷ്മിബായി ഝാൻസി, നാനാ സാഹിബിന് കാൺപൂർ, ബഹദൂർ ഷാ സഫറിന് ഡൽഹിയാണ്. അടുത്ത ചോദ്യം, അവിടെ ജാലിയാൻ വാലാബാഗ് കൂട്ടക്കൊല, ചമ്പാരൻ സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമര പ്രസ്ഥാനം, അതുപോലെ ഉപ്പ് സത്യാഗ്രഹം, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കാലഗണനാക്രമത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് വർഷം ഏതാണ്, ഓർഡർ ആദ്യത്തിൽ എഴുതാന്നുള്ള രീതിയിൽ ഓർഡർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് ചരിത്രത്തിലെ. ജാലിയാൻ വാലാബാഗ് കൂട്ടക്കൊല, ചമ്പാരൻ സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം. ഇങ്ങനെ ഇതൊക്കെ കൊടുത്തത് അതിൽ കാലഗണനാക്രമത്തിൽ എഴുതാനുള്ള കൊടുത്തിരിക്കുന്നത്. ഇതിലേതാണ് ആദ്യം നമ്മുടെ നോക്കാം. വർഷം ആദ്യം പറഞ്ഞു പോട്ടെ. ജാലിയാൻ വാലാബാഗ് കൂട്ടക്കൊല വർഷം 1919 എന്ത്? ജാലിയാൻ വാലാബാഗിൻ്റെ വർഷം 1919 ജാലിയാൻ വാലാബാഗിൻ്റെ വർഷം. പിന്നെ കൊടുത്തിരിക്കുന്ന അതിൽ ഓർഡറിൽ പിന്നെ വരുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ. അതിൻ്റെ വർഷം 1917. 1917 എന്ത്? ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ വർഷം. 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ വർഷം. അതുപോലെ ക്വിറ്റ് ഇന്ത്യയുടെ വർഷം 1942. ക്വിറ്റ് ഇന്ത്യയുടെ വർഷം 1942. അതുപോലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വർഷം നമ്മൾ 1930 ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വർഷം 1930. അപ്പോൾ ഇവിടെ 4 വർഷം പറഞ്ഞു കഴിഞ്ഞു. ജാലിയാൻ വാലാബാഗിൻ്റെ കൂട്ടക്കൊല വർഷം 1919. ചമ്പാരൻ എപ്പോഴാണ്? 1917 എന്ത്? ചമ്പാരന്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ വർഷം പറഞ്ഞു കഴിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942. അതുപോലെ ഉപ്പ് സത്യാഗ്രഹം 1930. അപ്പോൾ ഇതിൻ്റെ കാലഗണനക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യത്തെ വർഷം ഏതും? ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം 1917. രണ്ടാമത് ജാലിയാൻ വാലാബാഗ് കൂട്ടക്കൊല 1919.
അടുത്ത എന്താ നമ്മൾ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എപ്പോഴാണ് വരുന്നത്? 1930 വരും. മൂന്നാമത് 1930 എന്ത് വരും? മൂന്നാമത്തെ ഉപ്പ് സത്യാഗ്രഹം വരും. 1930 ഉപ്പ് സത്യാഗ്രഹം വരും മൂന്നാമത്തേത്. നാലാമത്തേതാണ് എന്ത് വരിക? 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഓക്കെ, ഇതാണ് എൻ്റെ ഓർഡർ. അപ്പോൾ ആദ്യത്തെ ഓർഡർ എന്താണ്? ചമ്പാരൻ 1917. രണ്ടാമത്തേത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. പിന്നെ മൂന്നാമത്തെ ഓർഡർ വരുന്നത് എന്താണ്? ഉപ്പ് സത്യാഗ്രഹം വരും 1930. ഉപ്പ് സത്യാഗ്രഹം 1930 വരും. പിന്നെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഏറ്റവും അവസാനം 1942 വരും. ഇതാണ് എൻ്റെ കാലഗണനാക്രമം, ഓർഡറിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമ്മൾ മാപ്പ് അടയാളപ്പെടുത്താൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ഇത് നമ്മുടെ 9ാമത് ചോദ്യം. നമുക്ക് 10ലേക്ക് പോവാം. ഹാരപ്പൻ സംസ്കാരത്തിലെ 2 കടലോര അധിവാസ കേന്ദ്രങ്ങളുടെ പേരാണ്. ഹാരപ്പൻ സംസ്കാരത്തിലെ 2 കടലോര അധിവാസ കേന്ദ്രങ്ങളുടെ പേര് നാഗേശ്വരം, ബലാക്കോട്ടാണ്. നാഗേശ്വരം, ബലാക്കോട്ടാണ് ഈ ഹാരപ്പൻ സംസ്കാരത്തിലെ 2 കടലോര അധിവാസ കേന്ദ്രങ്ങൾ. അത് കടൽ തീരത്തുള്ള കേന്ദ്രങ്ങളുടെ പേരാണ്. ഹാരപ്പൻ സംസ്കാര കേന്ദ്രത്തിൽ 2 കടൽ തീരത്തുള്ള 2 കേന്ദ്രങ്ങളുടെ പേരാണ് നാഗേശ്വരവും ബലാക്കോട്ടും. അവിടെയാണ് ഈ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത്. കരകൗശല വസ്തുക്കളൊക്കെ നിർമ്മിതിക്ക് പേരുകേട്ട 2 സ്ഥലത്തിൻ്റെ പേരാണ് ഈ നാഗേശ്വരവും ബലാക്കോട്ടും. ഇതിൻ്റെ പ്രത്യേകത ഇത് കടൽ തീരത്തിനടുത്തുള്ള പ്രദേശമാണ്. അതാണ് നമ്മുടെ ചോദ്യം. ഹാരപ്പൻ സംസ്കാരത്തിലെ 2 കടലോര അധിവാസ കേന്ദ്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നാഗേശ്വരവും ബലാക്കോട്ടും എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. 2 മഹാജനപദങ്ങളുടെ പേര് എഴുതുക. മഹാജനപദങ്ങൾ നമുക്കറിയാം എന്താണ്? രാഷ്ട്രത്തിൻ്റെ ആദ്യകാല പേരാണെന്ത്? മഹാജനപദം. അതിൽ ഏറ്റവും ശക്തമായതാണ് മഗധ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ 13 മഹാജനപദങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 26 നമുക്ക് എൻ്റെ ഒരുപാട് എന്തിൻ്റെ മഹാജനപദങ്ങളുടെ പേര് കൊടുക്കുന്നുണ്ട് പേജ് നമ്പർ 26. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ 2 എന്ത് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്? 16 ടെക്സ്റ്റ് ബുക്കിൽ 16 എന്ത് കൊടുത്തിട്ടുണ്ട്? മഹാജനപദങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഏറ്റവും എളുപ്പമുള്ള നമുക്ക് പഠിക്കാം. മഗധ എഴുതാം. കോസലമുണ്ട്, പാഞ്ചാലം, ഗാന്ധാരം, കുരു എന്നൊക്കെ പറഞ്ഞിട്ട് 16 മഹാജനപദങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പരീക്ഷ ചോദിച്ച മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ചോദ്യം എന്താണ്? 2 മഹാജനപദങ്ങളുടെ പേര് എഴുതുക എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മഗധയും കോസലവും എഴുതാം, അല്ലെങ്കിൽ മഗധയും പാഞ്ചാലവും എഴുതാം, അല്ലെങ്കിൽ ഗാന്ധാരമുണ്ട്, കുരു ഉണ്ട്, അശ്മകം, ശൂരസേന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 16 പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ള 2 എഴുതാം. അപ്പോൾ നമുക്ക് മഗധയും കോസലവും എഴുതാം. ഓക്കെ, 11ാം ചോദ്യം അത് കഴിഞ്ഞു. 12ാമത്തേത് സിയാറത്ത്, ഖവാലി ഇവ എന്തെന്ന് വ്യക്തമാക്കാനാണ്. സിയാറത്ത് എന്താണ്? ഖവാലി എന്താണെന്നാണ്. നമുക്കറിയാം സൂഫി വര്യന്മാരുടെ ആത്മീയ അനുഗ്രഹം ലഭിക്കണമെന്ന വിശ്വാസത്താൽ അവരുടെ ശവകുടീരങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തെ എന്ന് വിളിക്കുന്ന പേരാണ് എന്ത്? സിയാറത്ത്. സൂഫി വര്യന്മാരുടെ ആത്മീയ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്താൽ അവരുടെ ശവകുടീരങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ സിയാറത്ത്. സിയാറത്ത് പറയുന്ന ഒരു യാത്രയാണ്. അവരുടെ ഖബർസ്ഥാൻ, അവരുടെ ശവകുടീരം കാണാൻ പോകുന്ന ഒരു തീർത്ഥാടനത്തെ വിളിക്കുന്ന പേരാണ് സിയാറത്ത്. സൂഫി വര്യന്മാരുടെ അവരുടെ ആത്മീയ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്താൽ അവരുടെ ശവകുടീരങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തെ എന്ന് വിളിക്കുന്നത് നമ്മൾ സിയാറത്ത് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേറെ ചോദ്യമുണ്ട്, എന്താണ് ഖവാലി എന്നുള്ളത്? സംഗീതവും നൃത്തവും സിയാറത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ പ്രത്യേക പരിശീലനം ലഭിച്ച സംഗീതജ്ഞരെ വിളിക്കുന്ന പേരാണെന്ത്? ഖവാലി. ഒരു സംഗീത സദസ്സാണെന്ത്? ഖവാലി എന്ന് പറഞ്ഞാൽ. ഈ സിയാറത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗീതവും നൃത്തവും ഉൾപ്പെടുത്തിയിരിക്കുന്ന, അത് പ്രത്യേകം പരിശീലനം ലഭിച്ച സംഗീതജ്ഞരെ വിളിക്കുന്ന പേരാണെന്ത്? ഖവാലികൾ. അപ്പോൾ ഒരു പാട്ടാണെന്ത്? ഖവാലി പറഞ്ഞ ഒരു പാട്ടാണ്. എന്തുമായി ബന്ധപ്പെട്ട്? സിയാറത്തുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു പാട്ടാണെന്ത്? ഈ ഖവാലി. പ്രത്യേക പരിശീലനം ലഭിച്ച സംഗീതജ്ഞരാണെന്ത്? ഖവാലികൾ. സംഗീതവും നൃത്തവും സിയാറത്തിൻ്റെ ഭാഗമായിരിക്കും. ഇങ്ങനെ പ്രത്യേക പരിശീലനം ലഭിച്ച സംഗീതജ്ഞരാണെന്ത്? ഖവാലികൾ. അപ്പോൾ ഖവാലി എന്താണെന്നും സിയാറത്ത് എന്താ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ചോദ്യം 12. അടുത്ത 13ാമത്തെ ചോദ്യം പോവാം. മീരാബായിയെക്കുറിച്ച് ലഘുകുറിപ്പ് എഴുതാനാണ്. 13ാമത്തെ ചോദ്യം മീരാബായിയെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കാനാണ്. മീരാബായിയെക്കുറിച്ച് നമുക്കറിയാം. മീരാബായിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ 135ാം പേജിൽ നമ്മൾ മീരാബായിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മീരാബായി ആ സൂഫി വര്യന്മാരെ കുറിച്ചുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മീരാബായിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. 73ാമത്തെ പേജിൽ മീരാബായിയെ കുറിച്ച് പറയുന്നുണ്ട്. ഭക്തി പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കവയിത്രിയായിരുന്നു മീരാബായി. മീരാബായി പറഞ്ഞല്ലേ, ഭക്തിയുടെ സാരാംശം ഉൾക്കൊണ്ട് അചഞ്ചലമായി ജീവിച്ച ഒരു ഭക്തയായിരുന്നു മീരാബായി. മീരാബായി ധാരാളം ഭജനകൾ രചിച്ചിരുന്നു. കൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളാണ് മീരാബായി രചിച്ച ഭജനകളെല്ലാം ആരെക്കുറിച്ചുള്ളതായിരുന്നു? കൃഷ്ണനെ.
ശ്രീകൃഷ്ണൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കവയിത്രിയായിരുന്നു ആര്? മീരാബായി. അതുകൊണ്ട് അവർ പറയുന്നുണ്ട് ഇവർ രചിച്ച രചനകളെല്ലാം കൃഷ്ണനെ കുറിച്ചായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളാണ് മീരാബായി രചിച്ചത്. ഭക്തി പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കവയിത്രിയാണ് മീരാബായി. മീരാബായിയുടെ ജീവിത ചരിത്രം പുനർനിർമ്മിച്ചിട്ടുള്ളത് അവരുടെ ഭജനകളിൽ നിന്നാണ്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 73 പറയുന്നുണ്ട് മീരാബായിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്ത പേജ് നമ്പർ അടുത്ത ചോദ്യം നോക്കാം. മുഗളൻ 14ാമത്തെ ചോദ്യം, മുഗളന്മാരുടെ ഏതെങ്കിലും 2 തലസ്ഥാനങ്ങളുടെ പേര് പറയാനാണ്. മുഗളന്മാരുടെ 2 തലസ്ഥാനത്തിൻ്റെ പേര് നമുക്ക് ആഗ്രയും പറയാം, ലാഹോറും പറയാം. മുഗളന്മാരുടെ ആദ്യ തലസ്ഥാനത്തിൻ്റെ പേര് ആഗ്രയായിരുന്നു, പിന്നെ രണ്ടാമത്തെ തലസ്ഥാനം ലാഹോർ. അപ്പോൾ മുഗളന്മാരുടെ തലസ്ഥാനത്തിൻ്റെ പേര് എന്താണ്? ആഗ്രയും ലാഹോറുമാണ്. മുഗളന്മാരുടെ തലസ്ഥാനത്തിൻ്റെ പേര് ആഗ്രയും ലാഹോറും. 14 കഴിഞ്ഞു. അടുത്ത 15ാമത്തെ ചോദ്യം, ജമാ ഹസിൽ എന്താണെന്ന് എഴുതാനാണ്. എന്താണ് ജമാ, എന്താണ് ഹസിൽ? ജമാ ഹസിൽ അവിടെ ഈ മുഗളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിന് 2 ഘടകങ്ങളുണ്ടായിരുന്നു. അതാണ് എന്ത്? ജമാ ഹസിൽ. മുഗളന്മാരുടെ നികുതി സമ്പ്രദായത്തിലെ 2 ഘടകങ്ങളുണ്ടായിരുന്നു. ആ ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് ജമാ ഹസിൽ. ഭൂനികുതി നിശ്ചയിക്കുന്ന തുകയെ വിളിക്കുന്ന പേരാണ് ജമാ. ഭൂനികുതിയായിട്ട് നിശ്ചയിക്കുന്ന തുകയാണ് എന്ത്? ജമാ. എന്നാൽ നികുതിയായി പിരിച്ചെടുക്കുന്ന തുകയാണ് ഹസിൽ. നികുതിയായി നിശ്ചയിക്കുന്ന തുക ജമാ എന്നും നികുതിയായി പിരിച്ചെടുക്കുന്ന തുക ഹസിൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ഭൂനികുതിയാണ് എന്ത്? ഈ ജമ പറഞ്ഞാലും ഹസിൽ പറഞ്ഞാലും. മുഗളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിന് 2 ഘടകങ്ങളുണ്ടായിരുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ജമാ ഹസിൽ എന്ന് വിളിക്കുന്നത്. ജമ എന്ന് പറഞ്ഞാൽ ഭൂനികുതിയായി നിശ്ചയിക്കുന്ന തുകയെ ജമ എന്നും ഭൂനികുതിയായി നിശ്ചയിക്കുന്ന തുകയെ ജമ എന്നും ഭൂനികുതിയായി പിരിച്ചെടുക്കുന്ന തുകയെ ഹസിൽ എന്നും വിളിക്കുന്നു. അപ്പോൾ നിശ്ചയിക്കുന്ന തുക ജമ, പിരിച്ചെടുക്കുന്ന തുക ഹസിൽ. അങ്ങനെ ഓർത്തുവെച്ചാൽ മതി. ഇത് ആരുടെ സമ്പ്രദായമാണ്? മുഗളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിന് 2 ഘടകങ്ങളാണ് എന്ത്? ഈ ജമായതും ഹസിലൊക്കെ. അടുത്ത ക്വസ്റ്റ്യന് 14 പറഞ്ഞു നമ്മൾ. അടുത്ത 15 പറഞ്ഞു. അടുത്ത 16ാം ചോദ്യം, ജോട്ടേദർമാർ ആരായിരുന്നു? ജോട്ടേദർമാർ ബംഗാളിലെ ധനികരായ കർഷകരെയാണ് ജോട്ടേദാർമാർ എന്ന് വിളിച്ചിരുന്നത്. ബംഗാളിലെ ധനികരായ കർഷകരെയാണ് ജോട്ടേദാർമാർ എന്ന് വിളിച്ചിരുന്നത്. ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കൈവശമുണ്ടായിരുന്നവരാണ് ഇവർ. ഈ ജോട്ടേദാർമാർക്ക് ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി സ്വന്തം കൈവശമുണ്ടായിരുന്നു. കർഷകർക്ക് പണം പലിശക്ക് നൽകിയിരുന്നവരായിരുന്നു ആര്? ജോട്ടേദാർമാർ. അങ്ങനെ 3 പോയിന്റ് അവിടെ എഴുതി വെച്ചാൽ മതി. അതായത് ചോദ്യം എന്താണ്? ജോട്ടേദാർമാർ ആരായിരുന്നു? നമ്മുടെ മോഡൽ പരീക്ഷയിലെ 16ാമത്തെ ചോദ്യമാണ് എന്ത്? ജോട്ടേദാർമാർ ആരായിരുന്നു? പറയാം, ബംഗാളിലെ ധനികരായ കർഷകരെയാണ് ജോട്ടേദാർമാർ എന്ന് വിളിച്ചിരുന്നത്. ബംഗാളിലെ ധനികരായ കർഷകരെയാണ് ജോട്ടേദാർമാർ എന്ന് വിളിച്ചിരുന്നത്. ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കൈവശമുണ്ടായിരുന്നവരാണ് ജോട്ടേദാർമാർ. ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി കൈവശമുണ്ടായിരുന്നവരാണ് ജോട്ടേദാർമാർ. ജോട്ടേദാർമാർ കർഷകർക്ക് പണം പലിശക്ക് നൽകിയിരുന്നു. ജോട്ടേദാർമാർ കർഷകർക്ക് പണം പലിശക്ക് നൽകിയിരുന്നു. അടുത്ത ചോദ്യം നോക്കൂ. ചോദ്യം 1857 കലാപവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 അഭ്യൂഹങ്ങൾ എഴുതാനാണ്. 1857 നമ്മുടെ 10ാമത്തെ പാഠം മഹത്തായ വിപ്ലവം എന്നൊക്കെ പറയില്ല നമ്മൾ. 1857 വിപ്ലവം. ആ 1857 കലാപവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 അഭ്യൂഹങ്ങൾ എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അഭ്യൂഹങ്ങൾ അത് പേജ് നമ്പർ 137 138 നമ്മൾ പറയുന്നുണ്ട്. അഭ്യൂഹങ്ങൾ ആ 1857 കലാപവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളാണ്. ഒരു അഭ്യൂഹം എന്തായിരുന്നു? സൈനികർക്ക് ഈ സൈനിക ക്യാമ്പിൽ പുതിയ എൻഫീൽഡ് തോക്ക് എന്ത് ചെയ്തു? തോക്ക് വിതരണം ചെയ്തിരുന്നു. ആ തോക്കിൽ ഉപയോഗിക്കുന്നതിനുള്ള കൊഴുപ്പ് പുരട്ടിയ തിരകൾ ഇറക്കുമതി ചെയ്തു പട്ടാള ക്യാമ്പിൽ. എന്നാൽ ഈ തിരകളിൻ്റെ മുകളിൽ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടി ഉണ്ടാക്കുക എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പട്ടാള ക്യാമ്പിൽ പുതിയ ഇനം എൻഫീൽഡ് തോക്ക് കൊണ്ടുവന്നു. ആ തോക്കിൽ നിറയ്ക്കുന്ന വെടിയുണ്ടൻ്റെ മുകളിൽ ആ വെടിയുണ്ട പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടി ഉണ്ടാക്കിയെന്നുള്ള വാർത്ത ആണ് പരന്നത്. പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും നിശ്ചിതമായാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതവിശ്വാസം തകർക്കുന്നതിനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒരു അഭ്യൂഹം. മനസ്സിലായാലും അഭ്യൂഹം എന്താണെന്ന്? ഈ പട്ടാള ക്യാമ്പിലെ ബ്രിട്ടീഷ് പട്ടാള ക്യാമ്പിൽ എന്ത് കൊണ്ടുവന്നു? ഒരു പുതിയ എൻഫീൽഡ് തോക്ക് കൊണ്ടുവന്നു. ആ തോക്കിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അഭ്യൂഹമാണ്. എന്താ അഭ്യൂഹം എന്താണ്? ആ വെടിയുണ്ട പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടി ഉണ്ടാക്കുക എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു.
പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും പശുവിൻ്റെ കൊഴുപ്പ് ഹിന്ദുക്കൾക്കും എന്താണ് നിഷിദ്ധമായാണ്. അപ്പോൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളൊക്കെ അവരുടെ മതവിശ്വാസം തകർക്കുന്നതിനുള്ള ശ്രമമാണെന്നുള്ള പരക്കെ പ്രചരിക്കപ്പെടും. ഇതൊരു അഭ്യൂഹമായിരുന്നു. പിന്നെ രണ്ടാമത്തെ അഭ്യൂഹം എന്ന് പറഞ്ഞാൽ ഈ പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്ത ആട്ടയും ബന്ധപ്പെട്ടാണ്. പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്ത ആട്ടയുമായി ബന്ധപ്പെട്ട ആട്ടപ്പൊടി, ആ ആട്ടപ്പൊടി അതുപോലെ പന്നീൻ്റെയും പശുവിൻ്റെയും എല്ല് പൊടിച്ചുണ്ടാക്കിയ എന്നുള്ള വാർത്ത പരന്നു. പട്ടാള ക്യാമ്പിൽ വിതരണം ചെയ്ത ആട്ടപ്പൊടിയിൽ പന്നീൻ്റെയും പശുവിൻ്റെയും എല്ല് പൊടിച്ചുണ്ടാക്കിയ എന്നുള്ള വാർത്ത പരന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായ കർഷകർ പട്ടാളക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ ആട്ട് തൊടാൻ കൂടി കൂട്ടാക്കിയില്ല. അപ്പോൾ ഇതാണ് എന്താണ് ഒരു രണ്ട് അഭ്യൂഹത്തിൽ. ഒന്ന് ഈ വെടിയുണ്ടയുമായി ബന്ധപ്പെട്ടത് അഭ്യൂഹം ഇതാ, ഒന്ന് ഈ ആട്ടപ്പൊടിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹം ഇതാ. ഇതാണ് 1957 കലാപവുമായി ബന്ധപ്പെട്ട രണ്ട് അഭ്യൂഹങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ചോദ്യം 18ാം ചോദ്യം, മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് ലഘുകുറിപ്പ് എഴുതാൻ വേണ്ടി. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് എന്ത് തയ്യാറാക്കാനാണ് ലഘുകുറിപ്പ്. നമ്മൾ പേജ് നമ്പർ 172 മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറയുന്നത് 172ാമത്തെ പേജിലുണ്ട്. മാർത്താണ്ഡവർമ്മയെക്കുറിച്ചിട്ട് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. അവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ശക്തൻ നമ്പുരാനും മാർത്താണ്ഡവർമ്മ ഇങ്ങനെ കോളം ബേസ് കൊടുത്ത് പറയുന്നുണ്ട്. മാർത്താണ്ഡവർമ്മ നോക്കൂ, തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് മാർത്താണ്ഡവർമ്മ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ച ആളാണ് ആര്? മാർത്താണ്ഡവർമ്മ. ആദ്യമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ച ആളാണ് മാർത്താണ്ഡവർമ്മ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ച ആളാണ് ആര്? മാർത്താണ്ഡവർമ്മ. ആധുനിക എന്ന് കാണുന്ന തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് ആര്? മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായിരുന്നു മാർത്താണ്ഡവർമ്മ. പിന്നെ ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തിരിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. 8 വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയായിരുന്നു. 8 വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയത് മാർത്താണ്ഡവർമ്മയായിരുന്നു. അങ്ങനെ പേജ് നമ്പർ 172 പറയുന്നുണ്ട്. അതെല്ലാം കൂടി വായിച്ച് മനസ്സിലാക്കി ഒരു കുറിപ്പ് ചെയ്ത് തയ്യാറാക്കണം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായിരുന്നു മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായിരുന്നു മാർത്താണ്ഡവർമ്മ. ആധുനികം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന തിരുവിതാംകൂറിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ സ്ഥാപകനായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിർണ്ണയിച്ച ആളാണ് ആര്? മാർത്താണ്ഡവർമ്മ. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തിരിച്ച ആളാണ് ആര്? മാർത്താണ്ഡവർമ്മ. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തിരിച്ച ആളാണ് മാർത്താണ്ഡവർമ്മ. 8 വീട്ടിൽ പിള്ളമാരെ അടിച്ചമർത്തിയ ആളാണ് ആര്? മാർത്താണ്ഡവർമ്മ. പിന്നെ മാർത്താണ്ഡവർമ്മയുടെ ഒരു ദാനം പറയാം, തൃപ്പടി ദാനം തിരുവിതാംകൂർ രാജ്യത്തെ ശ്രീപത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ചു. തിരുവിതാംകൂർ എന്ന രാജ്യത്തെ, തൻ്റെ രാജ്യത്തെ ശ്രീപത്മനാഭ സ്വാമിക്ക് ദാനമായി സമർപ്പിച്ചതുണ്ട്. തൃപ്പടി ദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ നമ്മുടെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത്, പതിവ് കണക്കെന്ന പേരിൽ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ യൂറോപ്യൻ മാതൃകയിൽ സൈന്യത്തെ പരിശീലിപ്പിച്ചു. യൂറോപ്യൻ സ്റ്റൈലിൽ നാട്ടിലെ സൈന്യത്തെ പരിശീലിപ്പിച്ച ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇതൊക്കെയാണ് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പേജ് നമ്പർ 172 അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. അടുത്തെന്താണ്? ജൈനമതത്തെക്കുറിച്ച് ലഘുകുറിപ്പ് എഴുതാനാണ്. നമ്മുടെ 19 മുതലുള്ള ചോദ്യത്തിന് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ആ രീതിയിൽ എഴുതിയാൽ മതി. ജൈനമതത്തെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കാനാണ്. ജൈനമതം നമ്മൾ ബുദ്ധമതമൊക്കെ പഠിച്ചതാണ്. ജൈനമതത്തെ ഇവിടെ ചോദിച്ചത് ജൈനമതത്തെക്കുറിച്ച് തയ്യാറാക്കാനാണ്, കുറിപ്പ് തയ്യാറാക്കാനാണ്. അത് 43, 44 പേജിൽ കണ്ടു. ടെക്സ്റ്റ് ബുക്കിൽ 43, 44 പേജ് പഠിക്കുന്നത് ജൈനമതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങൾക്കും എന്തുണ്ട്? ജൈനമതം പറഞ്ഞ എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ആത്മാവുണ്ട്. എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ആത്മാവുണ്ടെന്ന് എന്ന് പറയുന്ന മതമാണ് എന്ത്? ജൈനമതം. ജൈനമതത്തിന് ജൈനമതത്തിൽ 24 സന്യാസിമാരുണ്ടായിരുന്നു. അതിൽ 24ാമത്തതും അവസാനത്തും ആളാണ് ആര്? വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചത്. ഓക്കെ, ജൈനമതത്തിൽ 24 തീർത്ഥങ്കരന്മാർ, അതായത് സന്യാസിമാരുണ്ടായിരുന്നു. അതിൽ 24ാമത്തതും അവസാനത്തെയും ആളാണ് ആര്? വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചത്. പിന്നെ ഒന്നാമത്തെ പാർശ്വനാഥനാണ്. പിന്നെ 23ാമത്തത് നമ്മുടെ ഋഷഭദേവനാണ് ഒന്നാമത്തേത്. 23ാമത്തത് പാർശ്വനാഥനാണ്. അങ്ങനെ 24ാമത്തത് വർദ്ധമാന മഹാവീരൻ. ആ 3 പേര് പഠിക്കണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ 2ാം ഭാഗത്ത് നമുക്ക് മറ്റുള്ള ചോദ്യങ്ങൾ ചെയ്യാം.
21 മുതലുള്ള മറ്റുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് ഉടൻ തന്നെ രണ്ടാം ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് കേൾക്കണം, മനസ്സിലാക്കണം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.